بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا ولمشايخنا وللوالدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم افتح بالخير واجعل عاقبة أمورنا خير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت إليه أنيب اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഒരു സാലിഹായ അമലാക്കി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് അവിടുത്തെ മേൽ കൂടുതലായി സലാത്ത് പറഞ്ഞു അവിടുത്തോടുള്ള ഹുബ്ബ് വർദ്ധിച്ച് അവസാനം ഈമാനോടുകൂടി മരിച്ച് ആ മഹത്തുക്കളോടൊപ്പം ചെന്നു ചേരുന്ന സാലിഹ്യങ്ങളായ അള്ളാഹുവിൻ്റെ അടികളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ചരിത്രം, ഭൂലോകത്ത് ജീവിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജ്റയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ വർഷത്തെ സംഭവ വികാസങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു സംഭവം പറഞ്ഞ് പകുതിയാക്കിയിരുന്നു അല്ലേ? എന്തായിരുന്നു സംഭവം? നമ്മൾ പറഞ്ഞു യഹൂദികൾ മദീനത്ത് 3 ഗോത്രക്കാരായിരുന്നു. ബനു ഖൈനുഖാ, ബനു നളീർ, ബനു ഖുറൈള. അതിൽ അവരുമായിട്ട് റസൂലുള്ളാഹി മദീനത്ത് എത്തിയ ഉടനെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഠിന വിരോധവും ശത്രുതയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പലതരത്തിൽ അവർ കരാറ് ലംഘിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബനു ഖൈനുഖാ എങ്ങനെയാണ് കരാറ് ലംഘിച്ചത്, എന്തൊക്കെയായിരുന്നു അവർ ചെയ്ത വൃത്തികേടുകൾ, ഒരു സ്ത്രീയെ ഇടങ്ങേറാക്കിയതും അതിൻ്റെ പേരിൽ ഒരു മുസ്ലിമായ സഹോദരനെ കൊന്നതും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ബനു ഖൈനുഖാ എന്ന യഹൂദി ഗോത്രം അവരുടെ ബിസിനസ് 2 പ്രധാനപ്പെട്ട ബിസിനസ്സുകളായിരുന്നു. ഈ ഗോത്രത്തിൻ്റെ മാത്രമല്ല, അന്ന് മൊത്തത്തിൽ മദീനയിലുണ്ടായിരുന്ന യഹൂദികളുടെ ബിസിനസ് 2 പ്രധാനപ്പെട്ട ബിസിനസ്സുകളാണ്. ഒന്ന് ആയുധമുണ്ടാക്കി വിൽക്കുക. അതിനു വേണ്ടിയിട്ട് അവർ ഔസിൻ്റെയും ഖസ്റജിൻ്റെ ഇടയിൽ അവർ തന്നെ യുദ്ധം എന്നും കത്തിച്ചിരുന്നു. ഹർബ് ബുആസ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം വരുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി മദീനത്ത് എത്തുന്നതിന് മുമ്പ് വെറും 5 വർഷം മുമ്പ് മാത്രം അവസാനിച്ചൊരു യുദ്ധമുണ്ട്. അത് 100 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു ഔസും ഖസ്റജിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ആ യുദ്ധത്തെ ഇളക്കി വിട്ടിരുന്ന ആരാ? യഹൂദികളായിരുന്നു. എന്നാലല്ലേ ആയുധം ചിലവാകും. അങ്ങനെ ആയുധം വാങ്ങി പണം തീർന്ന് പാപ്പരാകുന്ന പാവങ്ങളായ ഈ ഔസിനും ഖസ്റജിനും പിന്നെ ഇവർ പണം പലിശക്ക് കൊടുക്കും. അതിന് പകരമായിട്ട് പണയമായിട്ട് അൻസാരികളുടെ മദീനക്കാരുടെ സ്ഥലവും തോട്ടങ്ങളും കോട്ടകളൊക്കെ ഇവർ എഴുതി വാങ്ങും. അപ്പോൾ ആ പലിശ തിരിച്ചടക്കാൻ നിർവാഹമില്ലാതെ മദീനക്കാരുടെ തോട്ടങ്ങളും കോട്ടകളൊക്കെ ആരതായി മാറും? യഹൂദികളായി മാറും. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ ഇന്നും ജൂത ഭീകരർ, സയനിസ്റ്റുകൾ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ഇതൊക്കെ തന്നെയാണ്. ശരിക്കും സയനിസ്റ്റുകളെ കൊണ്ടുള്ള ആ ഒരു ഭീകരത, സയനിസ്റ്റ് ഭീകരത ശരിക്കും ബാധിക്കുന്നത് ഫലസ്തീനികളുടെ സാധാരണക്കാരായ കുറച്ച് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ അവരൊരു ഭീഷണിയാണ്. ലോകത്തെ എവിടെ യുദ്ധം നിന്നാലും അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാ? ഈ സയനിസ്റ്റുകൾക്കാണ്. കാരണം ഈ ആയുധ വിൽപ്പന മേഖലയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് അവരാണ്. അതേപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും തലപ്പത്ത് ഇരിക്കുന്നവരും ഈ സയനിസ്റ്റുമായിട്ട് ബന്ധമുള്ളവരാണ്. ലോകത്ത് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് എന്തുകൊണ്ട് അവരങ്ങനെ തകർന്നു നോക്കിയാൽ ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ടാണ്. കടക്കണിയിൽ കുടുങ്ങിയിട്ട് പുറത്ത് കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് രാഷ്ട്രങ്ങൾ പോലും തകരുന്നത്. ഇപ്പോൾ മെയിൻ കാഫ് എന്ന് പറഞ്ഞിട്ട് ഹിറ്റ്ലറുടെ ഒരാത്മകഥ ഉണ്ട്. ഹിറ്റ്ലറിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളാരായിരുന്നു? ജൂതന്മാരായിരുന്നു. അതിൽ ഹിറ്റ്ലർ പറയുന്നുണ്ട്, ഞാൻ ജർമ്മനിയിൽ വരുന്ന സമയത്ത് അന്ന് ഹിറ്റ്ലർ ചെയ്ത പ്രധാനപ്പെട്ട 2 കാര്യം അന്ന് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പൂർണ്ണമായി നിർത്തലാക്കി എന്നുള്ളതാണ്.
ഒന്ന് സ്വർഗരതി, അതേപോലെ തന്നെ മോശം വീഡിയോസും മറ്റുമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പോണോഗ്രാഫി. ഇത് ശക്തമായിട്ട് ബെർലിനും മറ്റുമൊക്കെ അന്ന് അതിൻ്റെ തലസ്ഥാനമായിരുന്നു. സ്വർഗരതിയുടെയും അതേപോലെ തന്നെ മോശം കാര്യങ്ങളുടെയൊക്കെ തലസ്ഥാനമായിരുന്നു. ഹിറ്റ്ലർ വന്നിട്ട് ആദ്യമായി ചെയ്തത് അതിനെ പൂർണ്ണമായിട്ട് നിർത്തലാക്കി. ക്ലബ്ബുകൾ അടച്ചു, ഡാൻസ് ബാറുകൾ പൂട്ടിച്ചു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നിരോധിച്ചു. രണ്ടാമത് ഹിറ്റ്ലർ ചെയ്തത് അന്ന് പിന്നെ വളരെ വ്യാപകമായി നിലനിന്നിരുന്ന ഇൻട്രസ്റ്റ്, പലിശക്ക് പണം കൊടുക്കുക, വലിയ പലിശ ഈടാക്കുക, തിരിച്ചങ്ങനെ ആൾക്കാരെ ഇത് പൂർണ്ണമായും അയാൾ നിർത്തലാക്കിയെന്ന് അയാളുടെ ആത്മകഥയിൽ അയാൾ പറയുന്നുണ്ട്. ഈ രണ്ട് മേഖലയിലും പ്രധാനമായിട്ട് പങ്കുവഹിച്ചിരുന്നത് ജൂതന്മാരായിരുന്നു. റസൂള്ള വന്നിട്ട് രണ്ട് ബിസിനസ് നിർത്തലാക്കിയപ്പോൾ അവർക്ക് ദേഷ്യം വന്നതുപോലെ അന്ന് ഹിറ്റ്ലറിനോടും അവർക്ക് കടുത്ത ശത്രുത വരാനുള്ള കാരണം ഹിറ്റ്ലർ അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ബിസിനസ്സുകൾ നിർത്തലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രത്തിൽ റസൂള്ളാൻ്റെ കാലം മുതൽ ഇങ്ങനെ എടുത്തു നോക്കിയാൽ സയനിസ്റ്റ് ഭീകരരുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആയുധമുണ്ടാക്കി വിൽക്കുക പോലെയുള്ളത്, രണ്ടാമത് പലിശക്ക് കൊടുത്തിട്ട് ആളുകളെ വഞ്ചിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏതായാലും ബനൂ ഖൈനുഖാ വളരെ വ്യക്തമായി തന്നെ റസൂലുള്ളാഹിയുമായിട്ടുള്ള കരാറുകൾ ലംഘിച്ചു. പിന്നെ അവർക്കെതിരെ നിയമം നടപ്പിലാക്കണം, അവർക്ക് ശിക്ഷ കൊടുക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 300 പേരടങ്ങുന്ന ഒരു സൈന്യവുമായിട്ട് ബനൂ ഖൈനുഖായുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉംറക്ക് പോയവരുണ്ടല്ലോ അല്ലേ, എല്ലാവരും ഏകദേശം ഉംറക്ക് പോയവരായിരിക്കും. അപ്പോൾ ഖുബാ കുറച്ച് ദൂരമുണ്ട് മദീനത്തിന്, മസ്ജിദുൻ നബവിന്ന് കുറച്ച് ദൂരമുണ്ട് മസ്ജിദ് ഖുബാ. ഈ ഖുബായുടെ അടുത്താണ് ബനൂ ഖൈനുഖായുടെ കോട്ട ഉള്ളത്, മദീനയുടെ ഉള്ളിൽ തന്നെ, എന്നാൽ ഖുബായിൻ്റെ അടുത്ത്. അപ്പോൾ ഏകദേശം ഒരു 8-9 കിലോമീറ്റർ പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പം ഇവിടെ അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയിട്ട് നബിയുടെ പകരക്കാരനാക്കിയിട്ടാണ് പോയത്. 300 പേരുമായിട്ടാണ് റസൂലുള്ള പോയത്. ആരായിരുന്നറിയോ കൊടി പിടിച്ചിരുന്നത്? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. കൊടിയുടെ നിറം വെള്ള കളറായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു നയിക്കുന്ന 300 സൈന്യമായിട്ട് റസൂലുള്ള അവരുടെ അടുക്കിലേക്ക് പോയപ്പം 700ഓളം വരുന്ന ആയുധ കച്ചവടക്കാരായ സകലമാന സെറ്റപ്പുകളുള്ള ബനൂ ഖൈനുഖാ ഗോത്രം പേടിച്ചരണ്ട്. അവരവരുടെ കോട്ടക്കുള്ളിലേക്ക് കയറി. നമ്മളന്ന് പറഞ്ഞു മദീനയിൽ ഒരുപാട് വീടുകളുണ്ടാവും, ആ വീടുകളുടെ ചുറ്റും ആ ഗ്രാമം മൊത്തം വലയം ചെയ്യുന്ന തരത്തിൽ, അവരെ സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു കോട്ട, ഒരു ഭിത്തി ഉണ്ടാവും. അപ്പോൾ പുറത്തു നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാൽ അവർ ആ കോട്ടക്കുള്ളിൽ കയറി വാതിലടച്ചാൽ പിന്നെ ശത്രുക്കൾക്ക് അകത്ത് കയറാൻ കഴിയില്ല. അപ്പോൾ തൊട്ട് മുമ്പ് റസൂലുള്ള അവരെ വിളിച്ച് ഉപദേശിച്ചപ്പോൾ അവർ ഡയലോഗ് അടിച്ച കഥ നമ്മൾ പറഞ്ഞിരുന്നു. മുഹമ്മദ്, നീ ഖുറൈശികളോട് യുദ്ധം ചെയ്തിട്ട് ഞങ്ങളോട് വീമ്പളക്കണ്ട, നീ ഞങ്ങളോടൊന്ന് യുദ്ധം ചെയ്തു നോക്ക്, ആണുങ്ങൾ ആരാന്ന് നീ കാണുമെന്നൊക്കെ പറഞ്ഞ് ബനൂ ഖൈനുഖാ ഗോത്രം ഭയങ്കരമായിട്ട് വീമ്പളക്കി വരാം. പക്ഷെ റസൂലുള്ള ഒരു 300 പേരടങ്ങുന്ന ഒരു സൈന്യമായിട്ട് മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് അവർക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയപ്പോൾ അവർ പേടിച്ച് ആ കോട്ടക്കകത്ത് കയറി. ഇത് ഹിജ്റ 2-ാം വർഷം ബദർ കഴിഞ്ഞ് വന്ന് ശവ്വാൽ 15-നാണ് റസൂലുള്ള പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും 15 ദിവസം അവരുടെ കോട്ടയെ ഉപരോധിച്ചു. 15 ദിവസം കോട്ടയ്ക്ക് പുറത്ത് ഉപരോധം ഏർപ്പെടുത്തി അവിടെ തന്നെ തമ്പടിച്ചു. 15 ദിവസം കഴിഞ്ഞ് ഇവരാകെ പേടിച്ച് വറച്ച്, അള്ളാഹു അവരുടെ മനസ്സുകൾക്കുള്ളിൽ പേടി നിറച്ച് ആകെ ഗത്യന്തരമില്ലാതെ പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഹുക്കുമിൻ്റെ മേൽ അവർ ഇറങ്ങി വന്നു. റസൂലുള്ളാഹിൻ്റെ ഹുക്കുമിൻ്റെ മേൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവർ റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചു. ഇനി നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവരോട് ചെയ്യാം, അവർ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം, കൊല്ലണമെങ്കിൽ കൊല്ലാം, നാട് കടത്തണമെങ്കിൽ നാട് കടത്താം, എന്തും ചെയ്യാം. അങ്ങനെ അവർ സമ്മതിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ കൈകളിൽ കീഴടങ്ങി. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി കരാർ നിഷേധിച്ചവരാണ്. അവർ ചെയ്ത ഒരു പ്രവൃത്തി തന്നെ മതി അവരെല്ലാവരെയും കൊല്ലാൻ വേണ്ടി. അങ്ങനെയുള്ള 10-15 പ്രവൃത്തികൾ ഒന്നിച്ച് ചെയ്തവരാണ് ബനൂ ഖൈനുഖാ ഗോത്രം. അപ്പോൾ റസൂലുള്ള അവരെ എല്ലാവരെയും വകവരുത്താൻ വേണ്ടിയിട്ട് പിന്നെ മുൻദിർ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് അവരൊക്കെ കെട്ടിയിട്ടു. എല്ലാവരെയും കെട്ടി തടവുകാരായി പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരെയും കൈ പിന്നിലാക്കിയിട്ട് മുൻദിർ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു കെട്ടിയിട്ടു. അങ്ങനെ അവർക്കെതിരെയുള്ള നടപടി ഇങ്ങനെ നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് മറ്റേ ആൾ വന്നു. ആര്? അന്നത്തെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ശത്രു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ വന്നു. അവൻ്റെ പ്രശ്നം, അവൻ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഇവൻ്റെ കുടുംബമായിട്ട് ഈ ബനൂ ഖൈനുഖായിന് ചെറിയൊരു കരാറിൻ്റെ ബന്ധമുണ്ട്. അതായത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഇവർ ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ സമീപിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവൻ വലിയ ആളായിട്ട്, ഇവൻ അവിടുത്തെ രാജാവാകാൻ പോയ ആളല്ലേ, വലിയ ആളായിട്ട് മുൻദിർ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് സെക്യൂരിറ്റി ആയിട്ട് ഗാർഡായിട്ട് ഈ തടവുകാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. മുൻദിർ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എല്ലാവരും അയച്ചുവിട്, ഇവരെൻ്റെ ആൾക്കാരാണ്, ഞാൻ പറഞ്ഞു അയച്ചുവിടാന്ന് പറഞ്ഞു. മുൻദിർ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുത്ലിഖു അഖ്വാമൻ അമറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറബ്തിഹിം, റസൂലുള്ള കെട്ടിയിടാൻ പറഞ്ഞ ആളെ നീ വിടിയിപ്പിക്കുകയോ? വല്ലാഹി ലാ യഫ്അലുഹു അഹദുൻ ഇല്ലാ ദറബ്തു ഉനുഖ, ആരെങ്കിലും അതിനു വേണ്ടി ശ്രമിച്ചാൽ ഞാൻ അവൻ്റെ തല അറക്കും കേട്ടോ, വെറുതെ വിടൂല ഞാൻ. റസൂലിനെ കെട്ടിയിട്ടാണ് നീ പറഞ്ഞിട്ട് വിടാനോ?
ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലൂലിൻ്റെ നിന്ദത ഒന്ന് ആലോചിക്കുക. രാജാവാകാൻ പോയ ആളാണ്. അങ്ങനെയുള്ള ആൾക്കെതിരെയാണ് ഒരു സാധാരണക്കാരെ ഇത് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സലൂലിന് ദേഷ്യം വന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. നബി തങ്ങളോട് ഇവരെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു. റസൂലുള്ള മൈൻഡാക്കാതെ മുഖം തിരിച്ചു. വീണ്ടും വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു. റസൂലുള്ള വീണ്ടും മുഖം തിരിച്ചു. മൂന്നാമതും ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ള മുഖം തിരിച്ചപ്പോൾ ഫഅദ്ഖല യദഹു ഫീ ജൈബി ദിർഇഹിന. അപ്പോൾ അന്നത്തെ പടച്ചട്ട എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ ഒരു വടവുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു വടവുണ്ടാവും, പടച്ചട്ട. അപ്പോൾ റസൂലുള്ള പടച്ചട്ട അഴിഞ്ഞിട്ടാണല്ലേ, ആ റസൂലുള്ളാൻ്റെ പടച്ചട്ടയുടെ വടവിലൂടെ ഇവൻ കൈ അകത്ത് കയറ്റി റസൂലുള്ള ഇങ്ങനെ പിടിച്ചു വലിച്ചു. മുഹമ്മദേ, എനിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നീ വിടണമെന്ന് പറഞ്ഞു. ഫറഔ ഫീ വജ്ഹിഹി ദുലലൻ. നബിതങ്ങൾക്ക് ഭയങ്കര ഇടങ്ങേറായി. നബിതങ്ങളുടെ മുഖത്ത് സഹാബാക്കൾ ദുലലിനെ കണ്ടു. ദുലലിൻ്റെ അർത്ഥം മേഘത്തെ കണ്ടു എന്നാണ്. അതായത് നമ്മൾ സാധാരണ പറയില്ലേ, അയാളുടെ മുഖത്ത് മേഘം ഇരുണ്ടുകൂടി എന്നൊക്കെ ദേഷ്യം പിടിച്ചു എന്നതിനെ സൂചിപ്പിക്കാൻ പറയുന്നത് പോലെ നബിതങ്ങളുടെ മുഖത്ത് കഠിനമായ ദേഷ്യത്തിൻ്റെ അടയാളം പ്രകടമായി. ഒന്ന് ആലോചിച്ച് നോക്കിയ, റസൂലുള്ളാൻ്റെ പടച്ചട്ടക്കുള്ളിൽ കൈയിട്ടിട്ട് റസൂലുള്ളാനെ ഇങ്ങനെ പിടിച്ചു കൊലിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പതർച്ച ഉണ്ടാകും. റസൂലുള്ള വൈഹക് അർസിൽനി എന്ന് പറയും, എന്നെ വിട്, നിനക്ക് നാശമുണ്ടാകട്ടെ, എന്നെ ഒന്ന് വിട് എന്ന് പറഞ്ഞു. ഉമർ ലാ ഉർസിലും, ഞാൻ വിട്ടൂല എന്ന് വീണ്ടും പിടിച്ചു കൊലിക്കും. ഇവരെ നിങ്ങൾ വെറുതെ വിടണം, കാരണം ഇവരും ഞാനുമായിട്ട് കരാറുണ്ട്. 700ഓളം പടയാളികൾ, എന്നെ എപ്പോഴും സഹായിക്കാൻ വരുന്ന ആളുകൾ, ഇവരെ ഒറ്റ പകലിൽ കൊല ചെയ്യാൻ വേണ്ടി ഞാൻ സമ്മതിക്കൂല, ഇവരെ വിട്ടാൽ മാത്രമേ ഞാൻ വിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ അവസാനം ഗത്യന്തരമില്ലാതെ അവൻ്റെ ഇടങ്ങേറ് സഹിക്കാൻ വയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹും ലക്, അങ്ങനെയാണെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ള ദേഷ്യത്തോടുകൂടി പോയി. ഈ സമയത്ത് തന്നെയാണ് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നത്. അദ്ദേഹവും ഇതേ ഗോത്രക്കാരൻ, ഖസ്റജ് ഗോത്രക്കാരനാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിൻ്റെ കുടുംബക്കാരനാണ്. ഏത് തരത്തിൽ അബ്ദുള്ളാഹ്ക്ക് ഈ ഖുറൈശികൾ, ഈ യഹൂദികളുമായിട്ട് ബന്ധമുണ്ടോ, അതേപോലെ തന്നെ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിനും ബന്ധമുണ്ട്. അദ്ദേഹം ഓടി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, സംഗതി ശരിയാണ്, ഞാനും അവരുമായിട്ട് കരാറൊക്കെ ഉണ്ട്, പക്ഷേ ഇവർ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുള്ള കരാറ് ലംഘിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവായി, ഇനി ഞാൻ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈമാനിനെ വ്യക്തമാക്കി. ഈ രണ്ടുപേരെയും കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. സൂറത്തുൽ മാഇദയുടെ 51 മുതൽ 56 വരെയുള്ള ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ളുഹും ഔലിയാ ബഅദ്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ ആക്ഷേപിച്ചുകൊണ്ടും ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും ആയത്തുകൾ ഇറങ്ങി. അപ്പോൾ നിങ്ങളിവിടെ തഫ്സീർ അവിടെ എത്തി, ഏതാ സൂറത്ത് ഇപ്പോൾ ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോന്ന് പോകുന്നതല്ലേ അല്ലേ? അപ്പം പറ്റുമെങ്കിൽ മാഇദ സൂറത്തിൻ്റെ 51 മുതൽ 56 വരെയുള്ള എല്ലാം വിശദീകരിച്ച് പറയാൻ വേണ്ടി സമയമില്ല. കഫ്റും താഴോട്ടേക്കല്ലേ, അത് അലിഫ്ലാമിലേക്ക് ബക്കറയിലേക്ക് വരുന്ന ഇങ്ങോട്ടേക്കല്ലേ? അപ്പോൾ പറ്റുമെങ്കിൽ 51 മുതൽ 56 വരെയുള്ള സൂറത്തുൽ മാഇദയിൽ 51 മുതൽ 56 വരെയുള്ള ആയത്തുകൾ എടുത്ത് അതിൻ്റെ അർത്ഥം വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഈ വിഷയത്തിലാണ് ആ ആയത്തുകൾ ഇറങ്ങിയത്. അങ്ങനെ ഈ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈമാൻ, റസൂലുള്ളാഹിനോടുള്ള കൂറ് അദ്ദേഹം വെളിവാക്കി. അപ്പോൾ റസൂലുള്ള അവരുടെ മേൽ വിധിച്ചത് 3 ദിവസം അവർക്ക് സാവകാശം കൊടുത്തു. എന്നിട്ട് 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവനം കൊണ്ട് നാട് വിട്ടോളണം എന്ന് പറഞ്ഞു. ഒരു സാധനവും കൂടെ എടുക്കാൻ പാടില്ല, ജീവനം കൊണ്ട് നാട് വിട്ടോളണം. അപ്പോൾ ഇവരെ നാട് കടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം റസൂൽ ഏൽപ്പിച്ചത് ഈ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ തന്നെ. അപ്പോൾ ഇവരുമായിട്ട് പണ്ടേ ബന്ധമുള്ള ആളല്ലേ. അപ്പോൾ ഇവർ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, ഒരു 3 ദിവസം കൂടി നമുക്ക് നീട്ടിത്തരുമോ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി നമുക്ക് നീട്ടിത്തരുമോ, എല്ലാം ഒന്ന് റെഡിയായിട്ട് പോകണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, 1 മണിക്കൂർ പോലും ഞാൻ നിങ്ങൾക്ക് നീട്ടിത്തരില്ല. റസൂലുള്ള ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് 3 ദിവസമെങ്കിലും തന്നത്. അഥവാ ഞാനായിരുന്നു തീരുമാനിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുള്ള കരാറ് ലംഘിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ നാട് കടത്തുമായിരുന്നു. റസൂലുള്ള കുറച്ച് വിശാല മനസ്കനായതുകൊണ്ട് നിങ്ങൾക്ക് 3 ദിവസം തന്നതാടോ എന്ന് പറഞ്ഞു. ആരാ? ഉബാദത്ത്. അപ്പോൾ അതാണ് മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏത് ടീമിലാണോ? ഹിസ്ബുല്ലയിലാണോ ഹിസ്ബു ഷെയ്ത്താനിലാണോ? നമ്മൾ അള്ളാഹുവിൻ്റെ ടീമാണോ അതല്ല ഷെയ്ത്താനാണ്? നമ്മൾ ഉബാദത്ത് ഇബ്നു സാമിത്തിൻ്റെ പിൻഗാമിയാണോ, അള്ളാഹു കാക്കട്ടെ, അതല്ലെങ്കിൽ അബ്ദുല്ലാഹി ഉബൈ ഇബ്നു സലൂലിൻ്റെ പിൻഗാമിയായി പോകുന്നുണ്ടോ എന്നുള്ളത്. നമ്മളെപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നവരാണ്. പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പള്ളിയിലേക്ക് വരണം. തെറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആലോചിച്ച് അതിനുള്ള മസാലകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയല്ല, അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ തൊട്ടുടനെ അതിനെ അംഗീകരിച്ച് പൂർണ്ണമായ കൂറ് പ്രഖ്യാപിക്കുന്ന ഉബാദത്ത് ഇബ്നു സാമിത്തിനെ പോലെയുള്ള സഹാബാക്കളുടെ സ്വഭാവത്തിലായിട്ട് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആ സംഭവം അവിടെ കഴിഞ്ഞ് അവരെ റസൂലുള്ള നാട് കടത്തി. അവർ നജ്ദിലേക്ക് അല്ലെങ്കിൽ ഷാമിൻ്റെ ഭാഗത്തേക്ക് അവർ പോയി. ഉബാദത്ത് ഇബ്നു സാമിത്ത് അവരെ ആ സ്ഥലം വരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നു 3 ദിവസം കൊണ്ട്. ആ യുദ്ധത്തിലും റസൂലുള്ളാഹിക്കും സഹാബാക്കൾക്കും ഒരുപാട് ഗനീമത്ത് സ്വത്തുകൾ കിട്ടി. പ്രത്യേകിച്ചും ഒരുപാട് ആയുധങ്ങൾ കിട്ടി. കാരണം അവർ ആയുധ കച്ചവടക്കാരൻ, അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോയത്.
പിന്നെ അതിനുശേഷം ആ വർഷത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മറ്റൊരു കാര്യം ശുദ്ധി കലശമായിരുന്നു. അന്ന് മദീനത്ത് റസൂലുള്ളാഹി മദീനയുടെ അധികാരം ഏറ്റെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം സാഹോദര്യം സ്ഥാപിച്ചു. നല്ല രീതിയിൽ മദീനയുടെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അവിടെ കുഴപ്പമുണ്ടാക്കാനും ഫിത്ന ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ഫിത്നക്കൊള്ളികളായ ഫിത്നയുടെ ആണിക്കല്ലുകളായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ശ്രമം എന്ന് പറഞ്ഞാൽ എപ്പോഴും റസൂലുള്ളാഹിക്കെതിരെ മോശമായ പദ്യങ്ങൾ ഉണ്ടാക്കുക, ആളെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക, ഇസ്ലാമിക രാജ്യത്തിനെതിരെ ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അങ്ങോട്ട് പോയിട്ട് അവർക്ക് പാട്ടൊക്കെ പാടിയിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പ്രേരിപ്പിക്കുക, അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുക, അവർക്ക് രഹസ്യം ചോർത്തി കൊടുക്കുക. ഇങ്ങനെ ഫിത്നയുടെ ആണിക്കല്ലായി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം മാത്രം ചെയ്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഓരോരോ യഹൂദി ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ യഹൂദി ഗോത്രമായിട്ട് റസൂലുള്ളാഹിക്ക് കരാറുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ ചെയ്തി പ്രകാരം വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് ആ ഗോത്രത്തെ മുഴുവനും ആക്രമിക്കാം. പക്ഷെ വെറുതെ ഒരു രക്തച്ചൊരിച്ചിൽ മദീനയുടെ അകത്ത് ആവശ്യമില്ല അനാവശ്യമായ കാരണത്തിൻ്റെ പേരിൽ ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ച് റസൂലുള്ളാഹി ആദ്യം ശ്രമിച്ചത് ഈ ഫിത്നയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു കാലിലോ മറ്റോ ഒരു മുറിവുണ്ടായി, ആ മുറിവ് വ്രണമായി പഴുത്ത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ബാധിക്കുന്നെങ്കിൽ ഡോക്ടർ എന്താ പറയുക? ആ അവയവത്തെ മുറിച്ചു മാറ്റാനാണ് പറയാം. അപ്പോൾ ഈ ഫിത്നയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ വധശിക്ഷ നടപ്പാക്കി ആ മദീനത്തെ നല്ല അന്തരീക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മളൊന്ന് ആലോചിച്ചാൽ എത്ര വലിയ കുറ്റം ഇവരിൽ ചിലരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, ശത്രുക്കൾ ഇസ്ലാമിക രാജ്യവുമായിട്ട് യുദ്ധത്തിന് വരുമ്പോൾ ഇവരപ്പുറത്ത് പോകും, ഇസ്ലാമിൻ്റെ ശത്രു രാജ്യത്തേക്ക് പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മുടെ രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ആൾ അപ്പുറത്തെ രാജ്യത്തിലേക്ക് പോയി അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യാം. സഹായങ്ങൾ ചെയ്തിട്ട് അവസാനം ആ ശത്രു തോൽക്കുമ്പോൾ വീണ്ടും അയാൾ രണ്ടാമത് മദീനത്തേക്ക് തന്നെ വരും. എത്ര വലിയ കുറ്റം അയാൾ ചെയ്തത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്ന അയാൾ നമ്മളെന്താ ചെയ്യുക? അടുത്ത ഇലക്ഷനിൽ അയാളെ MP സ്ഥാനാർത്ഥിയാക്കാണോ ചെയ്യുക? അല്ലല്ലോ. അയാൾക്കെതിരെ ശക്തമായ ശിക്ഷകൾ നമ്മൾ നടപ്പിലാക്കും. അപ്പോൾ ഇത്രയും കൊടിയ ചതിയും വഞ്ചനയൊക്കെ കാട്ടിയ 2-3 ആൾക്കാർ, 4-5 പേരുണ്ടായിരുന്നു. അവർക്കെതിരെ റസൂലുള്ളാഹി ഈ സമയത്ത് വധശിക്ഷ നടപ്പാക്കി. അതിൽ 2 സംഭവങ്ങൾ മാത്രം നമ്മൾ പറയും ചുരുക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് അബു ആഫക്ക് എന്ന് പറഞ്ഞാൽ 120 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദിയായ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അയാൾ റസൂലുള്ളാഹിക്കെതിരെ ഗാനങ്ങൾ പാടുക, പദ്യങ്ങൾ പാടുക, ആളുകളെ തിരിച്ചുവിടുക, ഔസിനും ഖസ്റജിനും ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ ഇയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി റസൂൽ ഒരു സൈന്യത്തെ അയച്ചു. സരിയത്തു സാലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സാലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യം. ആ സൈന്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഒറ്റാൾ. അയാളെന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ നേതാവാണ്. അവരുടെ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം, എന്നും അവരുടെ നടുക്ക് താമസിക്കുന്ന ചുറ്റും ആളുകളാൽ ചുറ്റപ്പെട്ട വലയം ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ്. അയാളെ വകവരുത്താൻ വേണ്ടി, അയാളെ തീർക്കാൻ വേണ്ടി റസൂൽ ഒരു സൈന്യത്തെ അയച്ചു. സരിയത്തു സാലിം ഇബ്നു ഉമൈർ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ സൈന്യത്തിൽ എത്ര ആളെ ഉണ്ടായിരുന്നുള്ളൂ? ഈ സാലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അത് റസൂലുള്ളാഹി ചോദിച്ചു, മല്ലി ബിഹാദൽ ഖബീസ്, ഈ വൃത്തികെട്ടവനെ എനിക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ ആര് തയ്യാറുണ്ടെന്ന് ചോദിച്ചു. സാലിം റളിയല്ലാഹു അൻഹു കൈവർത്തിയിട്ട്, റസൂലെ ഞാൻ തയ്യാർ. വളരെ നീറ്റായിട്ട് വളരെ കൃത്യമായിട്ട് 2-3 ദിവസം കൊണ്ട് അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ എത്തിച്ചു. ആരും പിടിക്കപ്പെട്ടില്ല. ആ ദൗത്യത്തിൽ അദ്ദേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ സാലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം പറയുന്നിടത്ത് പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ വക്കാന മിനൽ ബുക്കായീൻ, സാലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ദൗത്യം ഏറ്റെടുത്തു, അദ്ദേഹം ബക്കായീങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ബക്കായീങ്ങൾ? ഇസ്ലാമിക ചരിത്രത്തിൽ ബക്കാഊൻ എന്നറിയപ്പെട്ട 7 പേരുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ബക്കാഊൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 7 ആളുകളുണ്ട്. ബക്കാഊൻ എന്നതിൻ്റെ അർത്ഥം കരയുന്നവർ അല്ലെങ്കിൽ കരഞ്ഞവർ എന്നാണ്. എന്തിനായിരുന്നു അവർ കരഞ്ഞത്? എന്തായിരുന്നു അവരുടെ ചരിത്രം? തബൂക്ക് രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ പോകുന്ന സമയത്ത്, ആ സമയം എന്ന് പറഞ്ഞാൽ കഠിനമായ പരീക്ഷണം മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ്, കഠിനമായ ദാരിദ്ര്യം. അപ്പോൾ ആ സമയത്ത് 7ഓളം സഹാബാക്കൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അവർ പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ട് വന്നതാണ്. പക്ഷെ അവർക്കുള്ള പ്രശ്നം, റസൂലുള്ളാഹിൻ്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള വാഹനങ്ങളും യാത്രാ സാമഗ്രികളും അവരുടെ കൂട്ടത്തിലില്ല. അപ്പോൾ അവർ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു, നബിയെ, ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകുമോ, യാത്രക്കുള്ള സൗകര്യങ്ങൾ അങ്ങ് ഒരുക്കി തരുമെന്ന് ചോദിച്ചു. റസൂൽ ഒന്ന് നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം, ഇവരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളോ യാത്രാ സാമഗ്രികളോ നബി തങ്ങളുടെ കൂട്ടത്തിലും ഇല്ല. അപ്പോൾ നബി തങ്ങൾ അവരോട്, നിങ്ങളെ കൊണ്ടുപോകാനുള്ള സൗകര്യം എൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു.
ആ സമയത്ത് വളരെ ആഗ്രഹത്തോടുകൂടി വന്ന് എന്നാൽ തിരിച്ചു പോകേണ്ടി വന്ന അവസ്ഥയോർത്ത് ആ നിരാശയോടുകൂടി പോകുന്ന സമയത്ത് ഈ 7 പേരും കരഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കുറേ കുട്ടികൾ ടൂർ പോകുന്നതെന്ന് വിചാരിക്കാം. അവസാന സമയത്ത് കുട്ടികളൊക്കെ ബാഗൊക്കെ എടുത്ത് ടൂർ പോകാൻ വേണ്ടി റെഡിയായി വന്ന സമയത്ത് ടീച്ചർ അതിലുള്ള 3-4 പേരെ നിങ്ങൾ ഇനി ഈ ടൂറിന് വരണ്ട, നിങ്ങൾ പൈസ അടച്ചിട്ടില്ല, തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആ ബാഗൊക്കെ എടുത്ത് റെഡിയായി വന്ന ആ കുട്ടികൾ പൈസ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ പോകാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നാൽ എത്ര വിഷമമുണ്ടാവും? അവർ കരഞ്ഞിട്ടായിരിക്കുമല്ലോ തിരിച്ചു. അതേ ഫീലിംഗ് ആയിരുന്നു സഹാബാക്കൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്ന് ആലോചിച്ചാൽ ഈ സഹാബാക്കൾ റെഡിയായി വന്നത് ടൂർ പോകാനല്ല, വിനോദയാത്രക്കല്ല, ഏതെങ്കിലും നാട് കാണാൻ വേണ്ടി പോകാനല്ല, മറിച്ചോ തങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള സാധനമായ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഈ സഹാബാക്കൾ വന്നത്. ആ യുദ്ധത്തിന് പോകാനുള്ള അവസരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ആ 7 പേര് തിരിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സഹാബാക്കളുടെ ഈമാനിൻ്റെ ദറജ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഈമാനിൻ്റെ പവർ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയേ. അതാണ് നമ്മളും സഹാബാക്കളും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ ഈ ആത്മാർത്ഥത, ഈ നിഷ്കളങ്കത, ഈ ഇഖ്ലാസ്, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ ഈ 7 പേരുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കി. വല അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. സൂറത്ത് തൗബയുടെ ആയത്തുകളാണ്. വലഅല الذين إذا ما أتوك لتحملهم. നബിയെ, ഞങ്ങളെയും കൂടെ കൂട്ടണേ എന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി അങ്ങയുടെ അടുക്കൽ ഒരു അപേക്ഷയുമായി വന്ന ആളുകളുടെ മേലും കുറ്റമൊന്നുമില്ല കേട്ടോ. കുൽത്ത, അങ്ങ് ആ സമയത്ത് പറഞ്ഞു ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു പറയാണ് തവല്ലൗ, അവർ തിരിഞ്ഞുപോയി, വഅയുനുഹും, അവരുടെ കണ്ണുകൾ തഫീദു മിന ദംഇ, കണ്ണുനീരിനാൽ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു നബിയെ. ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ, ഞമ്മക്കും ചെലവഴിക്കാൻ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ട്, എന്ന് വ്യസരിച്ചുകൊണ്ട് അവർ കരയുന്നുണ്ടായിരുന്നു റസൂൽ എന്ന് ആര് പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ അതാണ് ആ ബക്കായിങ്ങളിൽപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു സാലിം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ളവരുടെ പേര് കൂടി കേൾക്കണോ? വായിക്കാം. സാലിം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഉൽബത്ത് ബിൻ സെയ്ദ്, അബ്ദുറഹ്മാൻ ബിൻ കഅബ്, അംർ ബിൻ അൽ ഹമാം, അബ്ദുല്ലാഹ് ബിൻ മുഗഫൽ അൽ മുസ്നി, വഹിർമി ഇബ്ൻ അബ്ദില്ല അൽ വാഖിഫി, വഇർബാൽ ഇബ്ൻ സാരിയ റളിയല്ലാഹു അൻഹു ജമീഅൻ. ഇങ്ങനെ 7 പേരായിരുന്നു അന്ന് കരഞ്ഞുകൊണ്ട് പോയത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബക്കാഊൻ, കരഞ്ഞവർ എന്നറിയപ്പെടുന്നത്, കരഞ്ഞ ചരിത്രത്തിൽ കയറിയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കളൊക്കെ നാളെ കാണാനും അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുമുള്ള ഭാഗ്യം നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ ഷവ്വാൽ കഴിഞ്ഞു. പിന്നെ റസൂലുള്ള ബനു ഖൈനുഖാ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഷവ്വാൽ കഴിഞ്ഞു. ദുൽഖഅദിൻ്റെ അടുത്ത മാസം, അതേ വർഷമായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നത്. ദുൽഖഅദിൻ്റെ അവസാനമായപ്പോൾ വേറൊരു സംഭവം നടന്നു. അതായത് അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ കഴിയാതായപ്പോഴാണല്ലോ ബദർ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ബദറിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടപ്പോൾ അബൂ സുഫിയാൻ ഒരു നേർച്ച നേർന്നിരുന്നു. ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളെയും മദീനത്ത് ചെന്ന് തിരിച്ചടിക്കുന്നവരെ ഞാൻ കുളിക്കൂല, ജനാബത്തിൻ്റെ കുളിക്കൂല എന്ന് ആര് നേർച്ച നേർന്നു? അബൂ സുഫിയാൻ നേർച്ച നേർന്നു. അതെന്താ ജനാബത്തിൻ്റെ കുളി? അബൂ സുഫിയാൻ മുശ്രിക്കല്ലേ ആ സമയത്ത്? അതെന്താ ജനാബത്തിൻ്റെ കുളി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കുള്ളതല്ലേ? അങ്ങനെയല്ല. പിന്നെ പല കിതാബുകളിലും പറയുന്നുണ്ട്, അറബികൾക്കിടയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ ഇബാദത്തുകളുടെ അവശേഷിപ്പുകൾ അപ്പോഴും ഉണ്ടായിരുന്നെന്നാണ്. അവർ മയ്യത്തിനെ കുളിപ്പിച്ചിരുന്നു. ഹജ്ജിൻ്റെ പല അമലുകളും അവർക്കുണ്ടായിരുന്നു. തവാഫ് പോലെ, സഅയ് പോലെ പല അമലുകളും അവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ ജനാബത്തിൻ്റെ കുളിയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ടാണല്ലോ. അന്നത്തെ ആ ദീനിൽ നിന്ന് കിട്ടിയ കുറച്ച് അവശേഷിപ്പുകൾ ഇവരുടെ അടുക്കൽ ബാക്കിയുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവർ ജനാബത്തിനൊക്കെ പേരിൽ കുളിക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും അബൂ സുഫിയാൻ ഞാൻ ഇനി കുളിക്കൂലാന്ന് നേർച്ച നേർന്നു. ആവേശത്തിൽ നേർച്ച നേർന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുടുങ്ങിപ്പോയി അബൂ സുഫിയാൻ. കുളിക്കാൻ കഴിയുന്നില്ല. ഇനി കുളിക്കണമെങ്കിൽ മദീനക്കാരെ ആക്രമിക്കണം, റസൂലുള്ളാഹിനെ ആക്രമിക്കണം. അപ്പോൾ ഈ നേർച്ചയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ബദർ കഴിഞ്ഞിട്ട് ഹിജ്റ 2-ാം വർഷം തന്നെ ദുൽഖഅദിൻ്റെ അവസാനത്തിൽ ഒരു 200 പേരെയും കൊണ്ട് അബൂ സുഫിയാൻ മദീനത്തേക്ക് പുറപ്പെട്ടു. മദീനത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു 20 കിലോമീറ്റർ ഇപ്പുറത്ത് അരീൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തമ്പടിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ നമ്മൾ പറഞ്ഞു ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കഴിവുള്ള ആളാണ്. നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് നബിതങ്ങളുടെ ചരിത്രത്തിൽ ആദ്യ പകുതിയിൽ നമ്മളെ ആകർഷിക്കുന്ന വില്ലന്മാരുടെ കൂട്ടത്തിൽ ഒരു വില്ലനാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ 200 പേരെയും കൊണ്ട് 20 കിലോമീറ്റർ അപ്പുറത്ത് തമ്പടിച്ചിട്ട് രാത്രി ആയപ്പോൾ ഇദ്ദേഹം ബാക്കിയുള്ളവരോടൊക്കെ നിങ്ങൾ ഇവിടെ നിന്നോ, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് മദീനത്തിൻ്റെ മൊത്തം രഹസ്യങ്ങളും അറിയണം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആക്രമണം അയച്ചു വിട്ടിട്ട് തിരിച്ചു വരണം, കാരണം കുളിക്കണമല്ലോ.
റസൂലുള്ളാഹിക്കെതിരെ മൊത്തം ആളുകളെയും തകർക്കാൻ വേണ്ടി 200 പേരെ കൊണ്ട് സാധിക്കൂല. പക്ഷേ മദീനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് ചെറിയൊരു ആക്രമണം നടത്തണം, കുളി സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മദീനത്തിൻ്റെ രഹസ്യങ്ങൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോർത്തണം. അപ്പോൾ അദ്ദേഹം അതിന് കണ്ടെത്തിയ മാർഗ്ഗം, ബുദ്ധിമാനായ അബൂ സുഫിയാൻ എന്ത് മാർഗ്ഗമായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും ചതിയുടെ, നീചത്തരത്തിൻ്റെ, മോശത്തരത്തിൻ്റെ ആളുകളായി അറിയപ്പെടുന്ന യഹൂദികളായിരിക്കും എന്തായാലും അബൂ സുഫിയാൻ സമീപിക്കുക. കാരണം അവരെ സോപ്പിട്ട ഈസിക്ക് തനിക്ക് വേണ്ട വിവരങ്ങൾ കിട്ടും അബൂ സുഫിയാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബനു നളീർ ഗോത്രത്തിൽ ആദ്യം ഹുയയ് ബിൻ അഖ്തബിൻ്റെ വീട്ടിൽ പോയിട്ട് അബൂ സുഫിയാൻ വാതിൽ മുട്ടി. ഹുയയ് ബിൻ അഖ്തബ് തുറന്നു നോക്കുമ്പോൾ ശത്രുക്കളുടെ മെയിൻ നേതാവ് അബൂ സുഫിയാനാണ് വന്നിരിക്കുന്നത്. ഹുയയ് ബിൻ അഖ്തബ് ആരാ? പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ്. ഹുയയ് ബിൻ അഖ്തബ് ഇത് കണ്ടതോടുകൂടി ഈ ബനൂ ഖൈനുഖായിനെ റസൂലുള്ള തകർത്തിയതിൻ്റെ പേടി ആ സമയത്ത് യഹൂദികളുടെ മനസ്സിലുണ്ടായിരുന്നു. കണ്ടതോടുകൂടി അയാളങ്ങ് വാതിലടിച്ചു. അതോടുകൂടി അബൂ സുഫിയാൻ പ്രതീക്ഷ കൈവിട്ടില്ല. അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. സല്ലാം ഇബ്നു മിഷ്കം എന്ന് പറഞ്ഞ അവരുടെ നേതാവായ, അവരുടെ ബനൂ നളീർ ഗോത്രത്തിൻ്റെ ഖജനാവുകൾ സൂക്ഷിച്ചിരുന്ന ആളുണ്ട്. അയാളുടെ ഭാര്യയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുന്നത്. ജിബ്രീൽ തട്ടിക്കളയുന്നതൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നീട്, പക്ഷേ നമ്മളത് പറയും. അപ്പോൾ ഈ വൃത്തികെട്ടവൻ്റെ ഭാര്യയാണ് അത് ചെയ്തത്. അപ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് അബൂ സുഫിയാൻ രണ്ടാമത് പോയി. ഇയാൾ വാതിലൊക്കെ തുറന്നു കൊടുത്ത് അബൂ സുഫിയാൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് അന്നത്തെ രീതി അനുസരിച്ച് അബൂ സുഫിയാന് കള്ളൊക്കെ കൊടുത്ത് കള്ളൊക്കെ കുടിപ്പിച്ച് അബൂ സുഫിയാൻ വേണ്ട രഹസ്യങ്ങളൊക്കെ ചോർത്തി. അപ്പോൾ ഇയാൾ എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുത്തു. ഇത് ശ്രദ്ധിക്കണേ, ഈ ബനൂ നളീർ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ചെയ്തത്. പിന്നീട് നമ്മൾ ബനൂ നളീറിനോട് ബനൂ ഖുറൈളയോടും റസൂലുള്ളാഹി ചെയ്ത കഠിനമായ നടപടികളെ കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്തിനാണ് റസൂൽ ഇത്രയും കഠിനമായ നടപടി സ്വീകരിച്ചത്? കാരണം ഇത്രയും കരാർ ലംഘനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തവരായിരുന്നു അവർ. ഇത് വ്യക്തമായ രാജ്യദ്രോഹമല്ലേ? അങ്ങനെ ഇയാൾ എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഇന്നൊരു തോട്ടമുണ്ട്, അവിടെ ആൾ കുറവായിരിക്കും, അവിടെ ഇപ്പം പോയാൽ വേണമെങ്കിൽ ആക്രമിക്കാൻ സാധിക്കും. ഇന്ന സ്ഥലത്ത് ഇന്നതാണ്, അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ ഡീറ്റെയിൽസും റൂട്ട് മാപ്പും അബൂ സുഫിയാൻ വരച്ചു കൊടുത്തു. അബൂ സുഫിയാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു. നേരെ 200 പേരടുക്കലേക്ക് വന്നു. അവരെയും കൂട്ടിയിട്ട് മദീനയുടെ പ്രാന്തപ്രദേശത്തുള്ള മുസ്ലിമീങ്ങളുടെ തോട്ടങ്ങളിൽ ഒരു തോട്ടത്തിലേക്ക് വന്ന് അതിലുള്ള മുഴുവൻ മരങ്ങളും കത്തിച്ചു. അവിടെ ഒരു അൻസാരിയായ സഹാബിയും ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവരെ 2 പേരെയും ഇയാൾ കൊല്ലുകയും ചെയ്തു. കാരണം നേർച്ച പൂർത്തിയാക്കണമല്ലോ. അവർ 2 പേരെയും കൊന്നിട്ട് പെട്ടെന്ന് തന്നെ പേടിച്ച് തിരിച്ചു ഓടി. അപ്പോൾ തീയൊക്കെ ആളി കത്താൻ തുടങ്ങിയപ്പോൾ സഹാബാക്കൾ വിവരം അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം അറിയിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ ഒരു സൈന്യവുമായിട്ട് അബൂ സുഫിയാനെ അന്വേഷിച്ചു പോയി. അപ്പോഴും നബി തങ്ങൾ അബൂ ലുബാബയെ, നേരത്തെയും അബൂ ലുബാബ തന്നെയായിരുന്നു മദീനയെ ഏൽപ്പിച്ചത്, ഇപ്പോഴും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ ഏൽപ്പിച്ച് നമസ്കരിക്കാനുള്ള ഉത്തരവാദിത്തമൊക്കെ അദ്ദേഹത്തിന് നൽകിയിട്ട് റസൂലുള്ളാഹിയും ഇവരുടെ പിന്നാലെ പോയി. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു മദീനയുടെ 80 കിലോമീറ്റർ അപ്പുറം ബനൂ സുലൈം ഗോത്രം താമസിച്ച സ്ഥലത്ത് റസൂലുള്ളാഹി പോയത്. ഇതേ വഴിയാണ് അബൂ സുഫിയാനും കൂട്ടരും പോയത്. റസൂലുള്ളാഹി അവരുടെ പിന്നാലെ പോയി. അപ്പോൾ ഏകദേശം 80 കിലോമീറ്റർ അപ്പുറം എത്തിയപ്പം അബൂ സുഫിയാൻ ദൂരത്തുനിന്ന് റസൂലുള്ളാഹി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ താഴെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ കയ്യിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് സൈന്യത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുക്കിയ കഞ്ഞി പോലത്തെ ധാന്യപ്പൊടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഭക്ഷണമായിരുന്നു. സവീഖ് എന്നാണ് അറബിയിൽ അതിന് പറയാം. എന്താ ഭക്ഷണത്തിൻ്റെ പേര്? സവീഖ്. അപ്പോൾ ഇവരുടെ കയ്യിൽ കുറേ സവീഖുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സൈന്യവുമായിട്ട് പുറപ്പെടുന്നത് ഏകദേശം ദുൽഹജ്ജ് 5-നാണ്. ദുൽഖഅദ അവസാനത്തിൽ ദുൽഹജ്ജിൻ്റെ തുടക്കത്തിൽ അബൂ സുഫിയാൻ വരുന്നത്, അവിടെ നിന്ന് പുറപ്പെടുന്നത് ദുൽഹജ്ജ് 5 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. റസൂലുള്ളാഹി പുറപ്പെടുന്നത് ദുൽഹജ്ജ് 5-നാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കുറേ അധികമായിട്ടുണ്ടായിരുന്ന ഈ ഭക്ഷണ സാധനമാണ് സവീഖ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇവർ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിനെ സൈന്യത്തെ ബാക്കിൽ അങ്ങ് ദൂരത്തുനിന്ന് കണ്ടപ്പം ഇവരുടെ കയ്യിലുള്ള സവീഖിൻ്റെ പാത്രം ഇങ്ങനെ എറിഞ്ഞ് വെയിറ്റ് കുറച്ചിട്ട് ഇവർ സ്പീഡ് കൂട്ടി പോയി. അങ്ങനെ കുറേ ദൂരം വരെ റസൂൽ ഇവരെ പിന്തുടർന്നെങ്കിലും ഇനി അവരെ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ റസൂൽ അവിടെ നിർത്തിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ആ യുദ്ധത്തിൽ റസൂലുള്ളാഹിക്ക് ഗനീമത്തായി കിട്ടിയത് എന്താ? കുറേ കെട്ടുകണക്കിന് സവീഖുകളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അറിയപ്പെടുന്നത് ഗസ്വത്തു സവീഖ് എന്നാണ്. ഒരു പ്രത്യേകതരം കഞ്ഞിയുടെ പേരിലുള്ള യുദ്ധം. അപ്പോൾ ഇനി അടുത്ത റബീഉൽ അവ്വലിന് ഒരു ക്വിസ്, ഭക്ഷണ സാധനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന യുദ്ധം എന്താണ്? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർ പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. എന്താ? ഗസ്വത്തു സവീഖ്. അബൂ സുഫിയാനും സംഘത്തിനുമെതിരെ റസൂലുള്ളാഹി നടത്തിയ സൈനിക നീക്കം. അതിൽ രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല, പോരാട്ടം ഉണ്ടായിട്ടില്ല. എന്നാലും റസൂലുള്ളാഹി മദീനയുടെ പുറത്ത് ഒരു 80 കിലോമീറ്റർ വരെ പോയി. ഏകദേശം 5 ദിവസം മദീനയിൽ നിന്ന് റസൂലുള്ളാഹി മാറി നിന്നു. അപ്പോൾ ദുൽഹജ്ജ് 5-ന് പുറപ്പെട്ടെങ്കിൽ തിരിച്ച് റസൂലുള്ളാഹി എപ്പോഴായിരിക്കും എത്തിയിട്ടുണ്ടാവും? 5 ദിവസം കഴിഞ്ഞിട്ട് പെരുന്നാളുടെ തലേന്ന് രാത്രി അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് സുബഹിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നത്. അന്ന് ആദ്യത്തെ ഹജ്ജ് പെരുന്നാളാണ്, ആദ്യത്തെ വലിയ പെരുന്നാളാണ്. കാരണം 2 വർഷത്തിന് ശേഷമാണ് ഇതൊക്കെ മശ്റൂ ആകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പെരുന്നാൾ നിസ്കരിച്ചു. അന്നത്തെ പെരുന്നാൾ
എനിക്ക് തോന്നുന്നു ഭയങ്കര അടിപൊളി, കാരണം ഒരുപാട് സവീക്കുകളുണ്ട്. ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് മദീന സമ്പുഷ്ടമായ ഒരു പെരുന്നാളായിരിക്കണം ആ പെരുന്നാൾ. സവീക്കുകൾ ഒരുപാട് കിട്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും സവീക്കൊക്കെ വിതരണം ചെയ്തു. ദുൽഹജ്ജ് മാസം 10-ാം തീയതി വീണ്ടും മദീന തിരിച്ചെത്തി. കുറച്ച് നാളും ആ മാസം അവിടെ വിശ്രമിച്ചു. മുഹറമിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ മുഹറമിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ സഫറിൻ്റെ തുടക്കത്തിൽ അടുത്ത പ്രശ്നം. സുബ്ഹാനല്ലാഹ്, പ്രശ്നങ്ങളോട് പ്രശ്നം. ആ പാവം ഒന്ന് വിശ്രമിക്കട്ടെ, ആ പാവം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഒരു റെസ്റ്റുമില്ല. ഒരു അടുത്ത പ്രശ്നം, ബനൂ സഅലബ ഗോത്രവും മുഹാരിബ് ഗോത്രവും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടി മദീനക്കെതിരെ കുതന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹാബി വന്നറിയിച്ചു. നബിതങ്ങൾ വീണ്ടും, അതായിരുന്നു ബദറിന് ശേഷം ഉഹദിന് മുമ്പ് നബിതങ്ങൾ നടത്തിയ ഏറ്റവും വലിയ യുദ്ധം. ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഏറ്റവും വലിയ 450ഓളം പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മദീന ഏൽപ്പിച്ചിട്ടാണ് നബിതങ്ങൾ പോകുന്നത്. അവിടെ പോയിട്ട് ഏകദേശം 1 മാസത്തോളം റസൂലുള്ളാഹി താമസിച്ചു. ആദ്യത്തെ യുദ്ധത്തിൽ 15 ദിവസം വിട്ടു നിന്ന്. ബനൂ ഖൈനുഖാനെ വീണ്ടും 15 ദിവസം റസൂലുള്ളാഹി ഉപരോധിച്ചത്. അബൂ സുഫിയാന്റെ പിന്നാലെ 5 ദിവസം പോയത്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോകുന്നത് ഏകദേശം 1 മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെലവഴിച്ചു. അങ്ങനെ 1 മാസത്തോളം ചെലവഴിച്ചു. പക്ഷെ പ്രത്യേകിച്ച് അവരും പേടിച്ചോടി. റസൂലുള്ളാഹി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും പേടിച്ചോടി. പ്രത്യേകിച്ച് യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. തിരിച്ചു വരുന്ന സമയത്ത് റസൂലുള്ളാഹിയും സഹാബാക്കളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിറങ്ങി തമ്പടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നനഞ്ഞു. അപ്പോൾ നബിതങ്ങൾ ആ വസ്ത്രമൊക്കെ ഊരിയിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നബിതങ്ങൾ സഹാബാക്കൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവരുടെ പണികളിൽ ഇങ്ങനെ മശ്ഗൂലാണ്. നബിതങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ദൂരത്ത് മുശ്രിക്കീങ്ങൾപ്പെട്ട കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവരിത് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവാനായ, ഏറ്റവും ശക്തനായ, ഭയങ്കര ആജാനബാഹുവായ ഒരു മനുഷ്യനുണ്ട്. ദുഅ്സൂർ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞ ആളാണ്. അയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദ് അംകനകല്ലാഹു മിൻ ഖത്ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം പേടിപ്പിച്ച് ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കൊല്ലാനുള്ള ഒരു അവസരം അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ട്. നിന്റെ ശക്തിയും കഴിവൊക്കെ ഇന്നാണ് നീ തെളിയിക്കേണ്ടത്. പോയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അവിടെ തൂക്കിയിട്ടിരുന്ന നബിതങ്ങളുടെ വാള് കൈക്കലാക്കി. നബിതങ്ങളെ വിളിച്ചിട്ട് നബിതങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആര് തടയും എന്ന് ചോദിച്ചു. ഏറ്റവും ധൈര്യവാനായ, ഏറ്റവും ശക്തനായ ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂസലുമില്ലാതെ തിരിച്ചു പറഞ്ഞു, അല്ലാഹ്. ആ വാക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടു കൂടി പറയുന്നവൻ്റെ നാവിൽ നിന്ന് അത് പുറത്തേക്ക് വരുമ്പം അതിനോളം പവർ വേറെ ഒരു വാക്കിനും ഇല്ലാന്നാണ്. ഇസ്ലാമിക യുദ്ധങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ശത്രുക്കൾക്ക് ഏറ്റവും കൂടുതൽ അസർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിമീങ്ങളുടെ അല്ലാഹു അക്ബർ എന്നുള്ള വിളിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും, ആര് തടയുമെന്ന് ശത്രു ചോദിച്ചപ്പോൾ ആ റസൂലുള്ള ഒരു പതർച്ചയും കൂടാതെ ഉറക്കത്തിൽ നിന്ന് എട്ടി എഴുന്നേറ്റാണെങ്കിലും മൻ യംനഉക മിന്നി ചോദിച്ചു, അല്ലാഹ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാളുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ തള്ളിയെന്ന. അയാൾ മറിഞ്ഞടിച്ച് വീണു. അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തു. എന്നിട്ട് ചോദിച്ചു, മൻ യംനഉക മിന്നി, ഇപ്പം എന്നിൽ നിന്ന് നിന്നെ ആര് സംരക്ഷിക്കും? എന്നിൽ നിന്ന് നിന്നെ ആര് സംരക്ഷിക്കും? അയാൾ പറഞ്ഞു, ലാ അഹദ്, ആരും എന്നെ സംരക്ഷിക്കാനില്ല. പക്ഷേ വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്നും അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കൊരു സംശയമില്ല. വല്ലാഹി ലാ ഉക്സിറു അലൈക ജംഅൻ അബദ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങേക്കെതിരെ ഒരു സൈന്യത്തെ ഞാൻ കൂട്ടുകയേയില്ല, അങ്ങേക്ക് ഒരുമിച്ച് കൂട്ടുകയേയില്ല എന്ന് അയാൾ ശപഥം ചെയ്തു. എന്നിട്ട് അയാൾ തിരിച്ചുപോയി. ആളുകൾ ചോദിച്ചു, വൈലക് മാലക്, എന്ത് പറ്റി, നീ എന്തെങ്കിലും തിരിച്ചു വരുന്നേ? അദ്ദേഹം പറഞ്ഞു, നളർത്തു ഇലാ റജുലിൻ തവീൽ, ഒരു നീളമുള്ള ഒരാളെ ഞാൻ കണ്ടു. ഫദഫഅ ഫീ സദ്രി, അയാൾ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തള്ളി. ഫവഖഅതു ലിളഹരി, ഞാൻ മറിഞ്ഞു വീണുപോയി. ഫഅറഫ്തു അന്നഹു മലക്, എനിക്കത് മലക്കാണെന്ന് മനസ്സിലായി. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടാണ് വരുന്നത്. ഇനി ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു സൈന്യത്തെയും ഒരുമിച്ച് കൂട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹം ദഅവത്ത് ചെയ്ത് അവസാനം ആ ഗോത്രം, ആ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ മുഴുവനും ഇസ്ലാം സ്വീകരിച്ചിരുന്നു. വീണ്ടും ഇതേപോലത്തെ ഒരു സംഭവം വരുന്നത്, അതാണ് നമ്മൾ സാധാരണ കേൾക്കൽ. ആ സംഭവത്തിലുള്ള ആൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. പക്ഷേ ഈ സംഭവത്തിലുള്ള ആൾ, ഇങ്ങനെ 2 സംഭവം ഉണ്ട് ഇങ്ങനത്തെ മൻ യംനഉക. ഈ സംഭവത്തിലുള്ള ആൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, സൂറത്തുൽ മാഇദയിലെ തന്നെ ആയത്ത്, ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഈ വിഷയത്തിലാണ് അവതരിച്ചത്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഏതാ, എപ്പോഴാണ്? ഹിജ്റ 3-ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നു. മുഹറമായപ്പോൾ 3-ാം വർഷമായല്ലോ. 3-ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മുഴുവൻ ആളുകളും മുസ്ലിമീങ്ങളെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം വരെ മദീനയുടെ പുറത്ത് താമസിച്ചു. അതിനുശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നിട്ടോ മുഹറം കഴിഞ്ഞ് സഫർ തുടക്കത്തിൽ അല്ലെങ്കിൽ മുഹറമിൻ്റെ അവസാനത്തിലാണ് യുദ്ധം നടക്കുന്നത്. സഫർ മുഴുവൻ അവിടെ താമസിച്ചു. സഫർ കഴിഞ്ഞ് ഏതാ മാസം? റബീഉൽ അവ്വൽ ആഖിറായപ്പോൾ അടുത്ത പ്രശ്നം. റബീഉൽ അവ്വലിൻ്റെ അവസാനമായപ്പം അടുത്ത പ്രശ്നം. ബഹ്റാൻ എന്ന പറഞ്ഞ സ്ഥലത്ത് നേരത്തെ നബിതങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും നബിതങ്ങളെ പേടിച്ചു പോവുകയും ചെയ്ത ബനൂ സുലൈം ഗോത്രം അവിടെ ഒരുമിച്ച് കൂടിയേക്കും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 300ഓളം പേരും വരുന്ന ആളുകളെയും കൂട്ടി വീണ്ടും പുറപ്പെട്ടു. എവിടെ? ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത്. ഒന്നാലോചിച്ചൊക്കെ, ആദ്യം 15 ദിവസം, പിന്നെ തിരിച്ചു വന്നു, വീണ്ടും 15 ദിവസം ബനൂ ഖൈനുഖ, പിന്നെ 5 ദിവസം, പിന്നെ 1 മാസം മുഴുവൻ, അതിനുശേഷം വീണ്ടും. ഇത് 11 ദിവസം റസൂലുള്ള മദീന വിട്ട് നടന്നു. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണേ. എന്നിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിനിടയിലാണ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട ഐഷ ബീവിയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അതാണ് അത്ഭുതം. നബിതങ്ങൾ ഇത്രയും തിരക്കിലിരിക്കുന്ന സമയത്താണ് ഐഷ ബീവിയായിട്ട് ഓട്ട മത്സരം നടത്തുന്നത്. ഈ ഇത്രയും തിരക്കിലിരിക്കുന്ന സമയത്താണ് ഐഷ ബീവി പറയുന്നത് നബിതങ്ങൾ വീട്ടിൽ കയറിയ ഫുൾ ഖിദ്മത്താന്ന് പറയുന്നത്. ഈ സമയത്താണ് ഐഷ ബീവിയായിട്ടുള്ള കളിയും ചിരിയും തമാശകളൊക്കെ. ഈ സമയത്ത് തന്നെയാണ് റസൂലുള്ള ഹസൻ ഹുസൈൻ്റെ കൂടെ കുതിര കളിക്കുന്നത്. നബിതങ്ങൾ പിന്നെ അവരുടെ കൂടെ കളിച്ച് എല്ലാം ഈ സമയത്ത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ എങ്ങനെ സാധിച്ചു എന്നുള്ളതിൽ അത്ഭുതപ്പെട്ടിരിക്കുകയെന്നല്ലാണ്ട് അവസാനം റസൂലെ അങ്ങേക്ക് മാത്രമേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ സാധിക്കൂ, ഞങ്ങളെ കൊണ്ട് സാധിക്കൂല എന്ന് സമ്മതിച്ചു കൊടുക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. ആലോചിക്കാൻ പറ്റും. നമ്മളായിട്ട് ഈ തിരക്കുള്ളവരാണെങ്കിൽ പിന്നെ ഭാര്യൻ്റെ മുഖം പോലും കാണലുണ്ടാവില്ല. അത്രയും തിരക്കിട്ട സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ ഒരേ രീതിയിൽ പോറ്റുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്. അവരെല്ലാം ഞങ്ങൾ എങ്ങനെയെങ്കിലും മരിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ യുദ്ധത്തിന് റസൂലുള്ള പോകുമ്പോൾ ഇവിടെയും യുദ്ധം നടന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സഹാബാക്കൾക്കുള്ള വലിയ പരിശീലനമായിരുന്നു. ഇനി ഒരു യുഹദ് പോലുള്ള വലിയ വലിയ രണാങ്കണങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ തയ്യാറെടുക്കാനുള്ള ഒരു അസ്കരിയായ ഒരു സൈനിക പരിശീലനം കിട്ടുന്ന യാത്രകളായിരുന്നു ഇതൊക്കെ. കാരണം ഇങ്ങനെ 10-15 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് സൈന്യമായിട്ട് പോകാന്നുള്ള ചില്ലറ കാര്യമല്ലല്ലോ. സഹാബാക്കൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്ത്രപരമായിട്ടൊക്കെ ഒരുപാട് പരിശീലനങ്ങൾ കിട്ടിയ യാത്രയായിരുന്നു. ഈ യുദ്ധത്തിന് നബിതങ്ങൾ പോകുമ്പം നബിതങ്ങൾ മദീനയെ ഏൽപ്പിച്ചു പോയത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ കണ്ണ് കാണാത്ത സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. നബിതങ്ങളും അദ്ദേഹമായിട്ട് ചെറിയൊരു കുടുംബ ബന്ധമുണ്ട്. അതാർക്കറിയാവുന്നേ? നബിതങ്ങളുടെ ഭാര്യ ഖദീജ ബിവിയുടെ കാരണവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിൻ്റെ എല്ലാ കുടുംബവും എന്നാൽ നമ്മൾ പഠിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കറിയാലോ. റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹമുണ്ട്. നമ്മുടെ റസൂലുള്ളാഹിൻ്റെ ബന്ധങ്ങളും നമ്മളെല്ലാം പഠിച്ചിരിക്കണം. നബിതങ്ങളുടെ ഭാര്യ ഖദീജ ബീവിയുടെ കാരണവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അന്ധനായ സഹാബി. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അതേപോലെ തന്നെ ആദ്യകാലത്ത് തന്നെ അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ ചെയ്യുകയും ചെയ്തു. മദീനക്കാർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ആദ്യമായി ഖുർആൻ പഠിപ്പിക്കാൻ വന്നത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഞങ്ങൾ ഖുർആൻ പഠിപ്പിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന് പറയുമായിരുന്നു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ ബാങ്ക് വിളിക്കുന്ന സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഖുർആനിൻ്റെ ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. സംഭവം നമുക്കറിയാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽപ്പെട്ട പ്രമാണികളുമായിട്ട് ദീനിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ട് ഉത്ബയും ഷൈബയും ഒക്കെ ആയിട്ട് ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം കണ്ണു കാണാത്ത സഹാബിയാണ്. നബി തങ്ങളുടെ കൂട്ടത്തിൽ ആരാന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്തിദ്നീനി, നബിയെ എന്നെ ഒന്ന് പിടിച്ചു കയറ്റൂ, എനിക്ക് അങ്ങ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു. മജ്ലിസിലേക്ക് നബിതങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുക. ഇദ്ദേഹം അറിയുന്നില്ല. ഇദ്ദേഹം വീണ്ടും 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 അത് ആവർത്തിച്ചു. നബിതങ്ങളുടെ മുഖത്ത് ചെറിയൊരു അമർഷം വന്നു, മുഖം ചുളുങ്ങി, നബിതങ്ങൾക്ക് ചെറിയ ദേഷ്യം വന്നു. അപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അബസ വ തവല്ല എന്ന് തുടങ്ങുന്നു. 1-2 ആയത്തല്ല, 10 ആയത്തായി വിഷയത്തിൽ അറിയാം. നബിതങ്ങളെ ആക്ഷേപിച്ചു, നബിതങ്ങളെ തിരുത്തിക്കൊണ്ട്, നബിതങ്ങളെ ഇതാബ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 10ഓളം ആയത്തിറക്കി. അതിനുശേഷം റസൂലുള്ളാഹി ഈ സഹാബിയെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചിരുന്ന. നബിതങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴെല്ലാം ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നോ അപ്പോഴൊക്കെ നബിതങ്ങൾ പറയുമായിരുന്നു, മർഹമൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ഏതൊരാളുടെ വിഷയത്തിൽ ആക്ഷേപിച്ചോ അയാൾക്ക് സ്വാഗതം, ഇരിക്കി. ഭയങ്കരമായിട്ട് ബഹുമാനിക്കണം. നിന്റെ സ്ഥാനം റബ്ബിൻ്റെ അടുക്കൽ വളരെ വലുതാണ്. എന്നെപ്പോലും റബ്ബ് നിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, ബഹുമാനിക്കും. നബിതങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചിരുന്നു. അസ്വദ് റഹിമുള്ളയും അതുപോലെ തന്നെ മസ്റൂഖ് റഹിമുള്ള, ഷാബി റഹിമുള്ള, ഇവരൊക്കെ താബീ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ പറയാം, ഞങ്ങൾ ഒരിക്കൽ ഐഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയപ്പോൾ ഐഷ ബീവിയുടെ മുമ്പിൽ ഒരു കണ്ണ് കാണാത്ത ആൾ ഇരിക്കുന്നു.
ഐഷ ബീവി അവർക്ക് പ്രത്യേകതരമായ ഒരു പഴവർഗ്ഗം ഇങ്ങനെ മുറിച്ച് അങ്ങോട്ട് നീട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേൻ ഒഴിച്ചിട്ട് ആ പഴവർഗ്ഗം അദ്ദേഹത്തെ ഇങ്ങനെ ഭക്ഷിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അത്ഭുതത്തോടുകൂടി ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ അങ്ങെന്താ ഇത്രയും ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ആരാന്നറിയില്ലേ, നമ്മുടെ റസൂലിനെ പടച്ചവൻ ആക്ഷേപിച്ച ആ വ്യക്തിയാണിത്. ഇദ്ദേഹം അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കണ്ടിട്ടുള്ളത്, ഞങ്ങൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുമെന്ന് ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് യുദ്ധത്തിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി ഇദ്ദേഹത്തെ യുദ്ധത്തിന് കൊണ്ടുപോയിരുന്നില്ല. പകരം നബിതങ്ങൾ പോകുമ്പോൾ നബിതങ്ങൾക്ക് പകരക്കാരനായിട്ട് മദീനത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമായിരുന്നു. ഇമാമത്ത് നിൽക്കുക, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത്യാവശ്യം ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക തുടങ്ങി ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോരുത്. ചരിത്രത്തിൽ കാണാം ഏകദേശം 13ഓളം പ്രാവശ്യം ഇദ്ദേഹത്തെ ഇസ്തിഖ്ലാഫ് ചെയ്തു, പകരക്കാരനാക്കിയെന്ന്. അപ്പം നബിതങ്ങൾ യുദ്ധത്തിന് ഇദ്ദേഹത്തിന് ഇളവ് ചെയ്തു കൊടുത്തെങ്കിലും കൂടെ കൊണ്ടുപോയില്ലെങ്കിലും അന്ധനായ സഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വേറൊരു കാര്യത്തിൽ ഇളവ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കൊടുത്തിരുന്നില്ല. മുസ്ലിമും അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് കണ്ണ് കാണില്ല, എൻ്റെ വീട് വളരെ ദൂരത്താണ്, എന്നെ പള്ളിയിലേക്ക് 5 വക്തും പിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റിയ ഒരാൾ, ഒരു ഖായിദ് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ നമസ്കരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ മുസ്ലിമിൻ്റെ റിവായത്തിൽ റസൂലുള്ളാഹി ആദ്യം അയാൾക്ക് ഒഴിവ് നൽകിയതാണ്. അപ്പോൾ മദീനത്ത് നമുക്ക് ഈ ഹദീസ് എടുത്ത ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഈ സഹാബി റുഖ്സ ചോദിക്കാൻ, ഒഴിവ് ചോദിക്കാനാണ് വന്നത്. സാധാരണ ഒഴിവ് എന്ത് വിഷയത്തിലാണ് ചോദിക്കുക? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാനല്ലേ ഒഴിവ് ചോദിക്കണ്ടു? മുസ്തഹബായ സുന്നത്തായ കാര്യം ചെയ്യാതിരിക്കാൻ ഒഴിവ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിർബന്ധമായ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് അനുവാദം ചോദിക്കേണ്ടത്, ഒഴിവ് ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സഹാബാക്കളുടെ മനസ്സിൽ ജമാഅത്ത് നമസ്കാരം എന്നത് അവരതിനെ കണ്ടിരുന്നത് ഒരു നിർബന്ധമായ കാര്യമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിവ് ചോദിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം ഒഴിവ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു നിർബന്ധമായ ബാധ്യത പോലെ പുരുഷന്മാർക്ക് അള്ളാഹും റസൂലും നിർബന്ധമാക്കിയ ബാധ്യതയായിട്ടായിരുന്നു ജമാഅത്ത് നമസ്കാരത്തെ അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഒഴിവ് ചോദിച്ചു. മുസ്ലിമിൻ്റെ റിവായത്തിൽ കാണുന്നത് ആദ്യം അദ്ദേഹത്തിന് റസൂലുള്ള ഒഴിവ് നൽകി. തിരിഞ്ഞു പോകാൻ വേണ്ടി പോയപ്പോൾ റസൂലുള്ളാഹി വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉൻ നിദാ, നിനക്ക് അവിടെ നിന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു നഅം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഫഅജിബ്. മറ്റൊരു റിവായത്തിൽ കാണാം ഫല അജിദു ലക റുഖ്സ, അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും നിർബന്ധമായിട്ടും അതിന് മറുപടി നൽകണം, നിനക്കിനി ഒരു ഒഴിവും ഇല്ല എന്ന് പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള, കണ്ണ് കാണാൻ കഴിയുന്ന, ബാങ്ക് വീട്ടിൽ നിന്ന് കേൾക്കുന്ന എല്ലാ ആളുകളും കാതു തുറന്ന് ഉണർന്നിരുന്ന് കേൾക്കേണ്ട ഒരു ഹദീസാണ്. ഈ സഹാബിക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട്? കണ്ണ് കാണൂല, വീട് ദൂരത്താണ്, അദ്ദേഹത്തെ പള്ളിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ ഒരു ഖായിദില്ല, ഒരാളില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നീ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞെങ്കിൽ ആരോഗ്യവാന്മാരായ കണ്ണ് കാണുന്നവരായ നമുക്കൊക്കെ ഉള്ള ഉദറ് പിന്നെ എന്ത് ഉദറ? ഒരു ഉദറുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ നമസ്കാരം നടക്കുന്ന സമയത്ത് എനിക്ക് പകരം വേറൊരു ഇമാമിനെ ഏൽപ്പിച്ചിട്ട് നമസ്കരിക്കാതെ വീട്ടിലിരുന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് പോകാനും അവരുടെ വീടടക്കം അവരെ കത്തിച്ചു കളയാനും ഉദ്ദേശിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. റഹ്മത്തുല്ലിൽ ആലമീന, കാരുണ്യത്തിൻ്റെ പ്രവാചകനായ നബി, അങ്ങനെയുള്ള നബി ഞാൻ കത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ വിഷയത്തിൻ്റെ ഗൗരവം എത്രമാത്രം വലുതായിരിക്കും. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു മുടക്കവും കാണിക്കരുത്. ജീവനുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ടല്ലാതെ, പള്ളിയിൽ വന്നിട്ടല്ലാതെ ഞാൻ നമസ്കരിക്കുകയില്ല, എൻ്റെ നമസ്കാരം മുഴുവൻ പള്ളിയിൽ വന്ന് ജമാഅത്തോടു കൂടി ആയിരിക്കണമെന്ന് ഉറച്ച നിയത്ത് വെക്കണം. അങ്ങനെ നിയത്ത് വെച്ചാൽ അള്ളാഹു ബാക്കിയുള്ളത് എളുപ്പാക്കി തരും. ഈ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, മദീനത്ത് മസ്ജിദ് നബവിയിൽ ക്ലാസ് എടുക്കുന്ന ഷെയ്ഖാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലത് കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്നാൽ വലത് ഭാഗത്ത് കുറച്ച് ബാക്ക്വേർട്ടായിട്ട് ഒരു വലിയ താടിയുള്ള ഷെയ്ഖ് ക്ലാസ് എടുക്കുന്നത് അദ്ദേഹമാണ് അബ്ദുർ റസാഖ് അൽ ബദർ, വലിയ മുഹദ്ദിസാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മദീനയുടെ കിഴക്ക് ഭാഗത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു പള്ളിയിൽ കയറി. അപ്പോൾ ആ പള്ളിയുടെ പുറത്ത് കുറച്ച് അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് ഇങ്ങനെ നീട്ടി ഒരു കയറിട്ടിരിക്കുന്ന കണ്ടു. ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ ഒരു കയറിങ്ങനെ നീട്ടിയിരിക്കുന്നു. ഞാൻ അതിൻ്റെ കാരണത്തെപ്പറ്റി അന്വേഷിച്ചപ്പം അവരെന്നോട് പറഞ്ഞത്, ആ വീട്ടിൽ ഒരു അന്ധനായ മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ആ പാവത്തിന് എല്ലാ വക്തിനും പള്ളിയിൽ വന്ന് 5 വക്തിനും പള്ളിയിൽ വന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ആ കയറിട്ട് കൊടുത്തതെന്നാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കയറിങ്ങനെ ഉയർത്തിയിട്ട് പതുക്കെ പിടിച്ചിട്ട് ആ മനുഷ്യൻ പള്ളിയിൽ വരും. 5 വക്തും അദ്ദേഹം പള്ളിയിൽ വന്നിട്ട് മാത്രമേ നിസ്കരിക്കുകയുള്ളൂ. ഇപ്പം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സൗദിയിലെ മദീനത്ത് അള്ളാഹുവിൻ്റെ റസൂലിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ അറബിയുടെ സംഭവം ഇത്. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ചാൽ ബാക്കിയുള്ളത് അള്ളാഹു എളുപ്പാക്കി തരും. ഇപ്പോൾ നമ്മുടെ ഉസ്താദ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അബ്ദുൽ ബാരി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത 40-45 വർഷമായിട്ട് ഒരു ജമാഅത്ത് പോലും അദ്ദേഹത്തിൻ്റെ മുടങ്ങിയിട്ടില്ല എന്നാണ്.
നമ്മൾ 1400 വർഷമുള്ള ആളുകളുടെ അനുഭവം പറയുന്നതിനെക്കാട്ടി ഇന്ന് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അനുഭവം പറഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റ് ആവും. എൻ്റെ സ്വന്തം ആളുകളെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് സ്വന്തം അനുഭവം പറയുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. 40-45 വർഷമായിട്ട് ദിവസമല്ല, ഒരു 40 ദിവസം അവൽ തക്ബീറോടുകൂടി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പെടുന്ന പാട് നമുക്കെല്ലാം അറിയും. 45 വർഷമായിട്ട് അദ്ദേഹത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടില്ല. ഭയങ്കര ത്യാഗ ജമാഅത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ച ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് അദ്ദേഹത്തിന് കാസർഗോഡ് പോകണം. അപ്പം ട്രെയിനുകൾ ഒരുപാടുണ്ട്. ഉച്ചക്ക് 12 മണിക്കാണ് ക്ലാസ് കഴിയുക, അതിന് ശേഷമാണ് പോകേണ്ടത്. ട്രെയിനുകൾ ഒരുപാടുണ്ട്. പക്ഷേ ട്രെയിനിൽ പോയാൽ ട്രെയിനിൻ്റെ സമയം തെറ്റും, ലേറ്റാവും, അങ്ങോട്ടാവും ഇങ്ങോട്ടാവും, ജമാഅത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാസർഗോഡ് പോകാൻ വേണ്ടി മൂപ്പര് 12 മണിക്ക് മദ്രസയിൽ നിന്ന് ഇറങ്ങും. പുതിയടുത്ത് താഴത്തെ പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം ളുഹർ ജമാഅത്തായിട്ട് നമസ്കരിക്കും. എന്നിട്ട് പിന്നെ ട്രെയിനിൽ പോവില്ല, ബസ്സിൽ കയറും. ബസ്സിൽ കഷ്ടപ്പെട്ട പൊടിയും കൊണ്ട് യാതനകളും ഇതൊക്കെ സഹിച്ച് ഒരു കാഞ്ഞങ്ങാട് ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ഇറങ്ങും. എന്നിട്ട് അസർ ജമാഅത്തായി നമസ്കരിച്ചിട്ട് അടുത്ത ബസ് പിടിച്ച് അതിൽ കയറി വീണ്ടും കാസർഗോഡേക്ക് പോകും. കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ചയായിട്ട് ഇതാണ്, 3-4 ആഴ്ചയായിട്ടുള്ളൂ തുടങ്ങി, 1 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് കാസർഗോഡെ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചു, ഉസ്താദേ യാത്രയല്ലേ, എന്തിനാ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം? അള്ളാഹു ഇളവ് ചെയ്ത് തന്നിട്ടില്ലേ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാൽ എന്താ? നമ്മൾ നിസ്കാരം കളാക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട്, എൻ്റെ തക്ക് വെച്ചിട്ട് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദിനോട് പറഞ്ഞു, മോനെ ഏകദേശം 70-72 വയസ്സായി, കഴിഞ്ഞ 10-45 വർഷമായി എനിക്കൊരു ജമാഅത്തും മുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം മരിക്കാൻ വേണ്ടി കുറച്ച് ദിവസമല്ലേ ബാക്കിയുള്ളൂ, ഏതായാലും ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. ഇൻഷാ അല്ലാ ഇതേ അവസ്ഥയിൽ ജീവിക്കണം, ഇതേ അവസ്ഥയിൽ മരിക്കണം. അങ്ങനെ തന്നെ എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും വേണം. അഫാഹുല്ലാഹു വശഫാഹു വഅതാലല്ലാഹു ബഖാഹു ഫീന മഅ സിഹ്ഹതി വൽ ആഫിയ. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, നല്ല കൂലി കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു നീയത്ത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും. ഒരു അനുഭവം കൂടി പറയാം, ഇതൊരു സമയമല്ലോ. ഒരു അനുഭവം കൂടി പറയാം. ഒരിക്കലും ഞങ്ങളുടെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്ന അനസൂസ്താണ്, ഈരാറ്റുപേട്ടയിൽ പ്രിൻസിപ്പാൾ. അദ്ദേഹത്തിൻ്റെ വീട് കൂടിയിൽ ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലൊഹർ നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കൊല്ലത്തേക്ക് പോകണം കാറിൽ. അപ്പോൾ ലൊഹർ ഞങ്ങളൊക്കെ ജമാഅത്തായിട്ട് നമസ്കരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അസർ നമ്മൾ ജമ്മാക്കി, യാത്രക്കാരാണല്ലോ. ഉസ്താദ് ലൊഹർ നമ്മളിവിടെ ജമാഅത്തായിട്ട് നമസ്കരിച്ചു, പക്ഷെ അസർ നമ്മളിവിടെ നിസ്കരിച്ചില്ല. ഉസ്താദ് പിന്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വണ്ടിയിലാണ് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഈ 40-45 വർഷമല്ല ജമാഅത്ത് മുടങ്ങാത്ത, ഇന്ന് ഞങ്ങളൊക്കെ അസർ നിസ്കരിച്ചിട്ടുണ്ട്. ഇന്നത്തെ അസർ ഉസ്താദിന് എങ്ങനെ കിട്ടും? കിട്ടിയാലും ജമാഅത്തായിട്ട് കിട്ടുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ബാക്ക് സീറ്റിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അസറിൻ്റെ സമയമായപ്പം തിരുവല്ലയാണെന്ന് തോന്നുന്നു, തിരുവല്ല പോലത്തെ തീരെ മുസ്ലിം പള്ളിയില്ലാത്ത ഒരു നാട്ടിലാണ് കറക്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത് എവിടെ പള്ളി കിട്ടും, പള്ളി കിട്ടിയാൽ മാത്രം പോലെ ജമാഅത്ത് നമസ്കാരം കൂടി കിട്ടണം, എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഉറ്റു നോക്കുന്നുണ്ട്. അങ്ങനെ ആ സമയമായി ഉസ്താദ് ഇൻഷാ അല്ലാ കിട്ടും, പള്ളി കിട്ടും. വാപ്പയുണ്ട് അല്ല, അവരിങ്ങനെ പള്ളി അന്വേഷിച്ചുകൊണ്ടിരിക്കാം. അവസാനം അന്വേഷിച്ച് പള്ളി ഇല്ലാത്തൊരു സ്ഥലത്ത് പള്ളി കിട്ടി. ഒരു ഉള്ളോട്ടൊരു സ്ഥലത്ത് അന്വേഷിച്ച് കുറേ ആൾ ചോദിച്ചു, പള്ളി കിട്ടി. ഞങ്ങളൊക്കെ നിസ്കരിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ആരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഉസ്താദ് മാത്രം പുറത്തിറങ്ങി. ഇനി എനിക്ക് നോക്കേണ്ടത് പള്ളി ഏതായാലും കിട്ടി, പക്ഷെ ഉസ്താദിന് ജമാഅത്തായിട്ട് നിസ്കാരവും കിട്ടണ്ടേ, അതിന് കൂട്ടത്തിൽ ഒരാൾ വേണ്ടേ. പള്ളി ഇല്ലാത്ത സ്ഥലം, അവിടെ നമസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ പോയി, ഇനി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി ഒരു മനുഷ്യരെങ്കിലും വേണ്ടേ. ഒരു മനുഷ്യനും അവിടെ ഇല്ല. ഞാനിങ്ങനെ ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഉസ്താദ് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി ഒളുവൊക്കെ എടുത്ത് പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ കറക്റ്റ് ഒരാൾ ഓടി വരുന്നു നമസ്കരിക്കാൻ വേണ്ടി. ഉസ്താദിന് ഭയങ്കര സന്തോഷം. ഉസ്താദ് കാത്തു നിന്ന് അയാൾ ഒളു ചെയ്ത് വന്ന് ഉസ്താദ് ഇമാമായി, അയാൾ മാമുമായി അന്നത്തെ അസർ നമസ്കാരത്തിന് ജമാഅത്ത് ഉസ്താദിന് അത്ഭുതങ്ങൾ. ഇതെൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. നമ്മളൊരു നിയ്യത്ത് വെച്ചാൽ ബാക്കി അള്ളാഹ് എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് അതേ രീതിയിൽ തന്നെ മരണപ്പെടാനും ആ അമൽ നിലനിർത്താനും വേണ്ടി തൗഫീഖ് നൽകുമാറാണ്. നമുക്കും ആളുടെ തൗഫീഖ് നൽകുമാട്ടെ. ഉറച്ച നിയ്യത്ത് വെക്കാം. നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എല്ലാവരും ജമാഅത്തായിട്ട് നമസ്കരിക്കണം. എന്നിരുന്നാലും മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ടല്ലാതെ ഞാൻ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞ് നിയ്യത്ത് വെക്കാം. ഒരു സംഭവം കൂടി പറയാനുണ്ടായിരുന്നു, വളരെ രസകരമായ ഒരു സംഭവം. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അടുത്ത ക്ലാസ് അടുത്ത ആഴ്ച അല്ല. അടുത്ത ആഴ്ച നമ്മൾ ചെറിയൊരു ലീവ് എടുക്കും, മദ്രസ ലീവാണ്. അപ്പോൾ നമ്മളൊക്കെ യാത്രയിലായിരിക്കും. അടുത്ത ആഴ്ച ആയിരിക്കും ഇനി ക്ലാസ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരെയും അറിയിക്കുക. ആരെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം അറിയിക്കും. അല്ലാഹു അക്ബർ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.